പ്രണയസഖി ഭാഗം 5. മറ്റൊരിടത്ത് അവളുടെ കല്യാണ ഫോട്ടോ കാണും തോറും അവനിൽ വല്ലാത്ത പക നിറഞ്ഞു. അതിലേക്ക് നോക്കുമ്പോൾ ഗൗതമിൻ്റെ കൂടെ പൂജ ചേർന്ന് നിൽക്കുന്നത് കൺമുന്നിൽ ഇങ്ങനെ തെളിഞ്ഞു വരും പോലെ തോന്നിയവന്. ഇല്ലടി, അങ്ങനെ നിന്നെ ഞാൻ അവൻ്റെ കൂടെ ജീവിക്കാൻ വിടില്ല. ഞാൻ ഇനി അങ്ങോട്ട് നിന്റെ സമാധാനം നശിക്കാനുള്ള എല്ലാ പണിയും ഞാൻ ചെയ്യുമടി. നിന്നെയും അവനെയും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ. രണ്ടിനെയും രണ്ട് വഴിക്കാക്കും ഞാൻ. പകയോടെ മുരണ്ടവൻ ആ ഫോട്ടോ കാണും തോറും അവനിലെ ദേഷ്യം ആളിക്കത്തി. എന്താടാ, കുറേ നേരമായല്ലോ. ഓ, ഇതും നോക്കിയിരിക്കുമായിരുന്നോ? പശുവും ചത്തു, മോരിലെ പുളിയും പോയി, നീ ഇപ്പോഴും ഇത് നോക്കിയിരിക്കുവാണോ? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ജോ. അത്ര വേഗം എല്ലാം മറന്നു ജീവിക്കാനും പറ്റില്ല. അങ്ങനെ അവളെ വെറുതെ വിട്ടാൽ വെറും പൊട്ടനായി പോകും ഞാൻ. എടാ, അതൊക്കെ കഴിഞ്ഞില്ലേ? അവളിപ്പോൾ അവനെ കെട്ടി ജീവിച്ചു തുടങ്ങി. ഇനി എന്തിനേലും പോയാൽ അന്നത്തെ പോലെ എന്തേലും പ്രശ്നമുണ്ടാവും. ഉണ്ടാവട്ടെ, ഉണ്ടാവണം. അന്നത്തെ പോലെയല്ല. ഇനി എന്തേലും ഉണ്ടായാൽ ശരിക്കും നാറും അവൾ. അങ്ങനെ സംഭവിച്ചാൽ അവസാനം അവൾ എൻ്റെ അടുത്തേക്ക് തന്നെ വരും. വരുത്തും ഞാൻ അവളെ. ശരിക്കും നിൻ്റെ മനസ്സിലെന്താ? അതൊക്കെ പിന്നെ പറയാം. തൽക്കാലം അവളുടെ മറുപടി എന്താണെന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി എന്താണെന്ന് നോക്കാം. അവൻ പോകുന്നത് നോക്കി ജോ നിന്നു. ഉറ്റ സുഹൃത്തുക്കളാണ് രണ്ടുപേരും. അവർക്കിടയിൽ അറിയാത്തതായി ഒന്നുമില്ലെങ്കിലും ജോ പോലും അറിയാത്ത ചിലതൊക്കെയുണ്ട് താനും. അതൊക്കെ എന്തെങ്കിലും പുറത്തു വരുമ്പോൾ ജോയുടെ മനോഭാവം എന്താണെന്നുള്ള പേടിയൊക്കെ അവനുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ തൻ്റെ ആവശ്യം നടക്കുക, അത് മാത്രമാണ് അവൻ്റെ മനസ്സിൽ. ദേഹത്തേക്കെന്തോ വന്ന് വീണും പോലെ തോന്നിയാണ് അവൾ ചാടി എണീറ്റത്. ഇന്നലെ രാത്രിയിൽ കക്കാൻ പോയേക്കുമായിരുന്നു നീ? പൂജയുടെ കണ്ണുകളിൽ അപ്പോഴും ഉറക്കം വിട്ടുമാറിയിരുന്നില്ല. കണ്ണു തിരുമ്മി ചുമരിലേക്ക് നോക്കിയതും അവളുടെ കണ്ണു മെഴിഞ്ഞുപോയി. ദൈവമേ, ഇതുവരെ കിടന്നുറങ്ങുമായിരുന്നു. ഗൗതം വന്ന് വിളിച്ചത് നന്നായെന്ന് മനസ്സിൽ പറഞ്ഞവൾ. വെറുതെ കിടന്നതാണ്. ഇത്രയും നേരം ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ല. ആരും വിളിക്കാത്തതുകൊണ്ട് ഇന്നലത്തെ ഉറക്കം കൂടി ഉറങ്ങി. എന്താ തമ്പുരാട്ടിയൊന്നും മിണ്ടാത്തത്? ഞാൻ വന്നിട്ട് എത്ര നേരമായെന്നറിയാമോ? അതെങ്ങനെ അറിയാനാ? കൂർക്കം വരച്ചല്ലേ ഉറങ്ങുന്നേ? പൂജയ്ക്കാകെ ചടപ്പ് തോന്നി. ഗൗതമിൻ്റെ ചോദ്യം കേട്ട് ഉത്തരം മുട്ടിയ പോലെ നിൽക്കുവാണ് പൂജ. ഇയാൾക്കെന്നെ എപ്പോൾ കണ്ടാലും ഇതേ ഉള്ളൂ. അവൾ പതിയെ പെറുപെറുത്തതും അവനത് കൃത്യമായി കേട്ടിരുന്നു. അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ കാണുമ്പോഴെല്ലാം എന്തേലും പറയാനുള്ളത് നീ ഒപ്പിച്ചു വെക്കും. അയ്യോ, വേണ്ട, ഞാൻ കേട്ടു നീ എന്താ പറഞ്ഞതെന്ന്. അവളുടെ മനസ്സറിഞ്ഞതുപോലെ അവൻ പറയുന്നത് കേട്ട് അവളൊരു വല്ലായ്മയോടെ പറഞ്ഞു. അവളൊന്നും പിന്നീട് പറയാൻ പോയില്ല. ഞാൻ പോയ നേരം നോക്കി റൂമിൽ കയറിയതായിരിക്കുമല്ലേ? എനിക്കിപ്പോൾ ആരെയും പേടിച്ച് റൂമിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ചുമ്മാ റൂമിലേക്ക് വന്നപ്പോൾ വെറുതെ കിടന്നേ ഉള്ളൂ. അതിന് കട്ടിലിൽ കിടക്കണോ? ഇന്നലെ രാത്രിയിൽ നിലത്താണല്ലോ കിടന്നത്. ഇപ്പോൾ എന്നിട്ട് എന്തിനാ കട്ടിലിൽ കിടന്നത്? പൂജയ്ക്ക് അവൻ തന്നെ കളിയാക്കും പോലെയാണ് തോന്നിയത്. അവളുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. നിങ്ങളുടെ വീടും ഒരു കട്ടിലും. ഞാൻ എന്താ കട്ടിലും കാണാതെ വന്നതാണോ? എൻ്റെ വീട്ടിലുമുണ്ട്. ഇത്രയും ഇല്ലേലും എനിക്ക് സ്വന്തമായൊരു കട്ടിലും ബെഡുമൊക്കെ. നിങ്ങളുടെ സംസാരം കേട്ടാൽ തോന്നും ഇതൊക്കെ ഇവിടെ മാത്രമേ ഉള്ളൂന്ന്. കഷ്ടം തന്നെ. പൂജയുടെ സംസാരം കേട്ട് ഗൗതമാകെ വല്ലാതായി. പൂജയവനെ പുച്ഛത്തോടെ നോക്കി. അവനൊന്നും മിണ്ടാതെ ഫോണും എടുത്ത് ബെഡിലേക്ക് പോയിരുന്നു. എന്തൊക്കെയോ വന്ന് പറയും. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ മിണ്ടാതെ പോകും. ഇതെന്ത് മനുഷ്യനാണോ? ഗൗതമിനെ നോക്കി പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൾക്ക് അവിടെ നിൽക്കും തോറും ശ്വാസം മുട്ടും പോലെ തോന്നി. ഈ വീട്ടിൽ എങ്ങനെ ജീവിക്കുമെന്നറിയാതെ ഓരോ നിമിഷവും കടന്നു പോകും പോലെ. നന്നായി ഉറങ്ങിയ മോളെ. വാഷിംഗ് മെഷീനിൽ തുണിയിടുന്ന ആശയുടെ അടുത്തേക്ക് പൂജ ചെന്നതും അവളെ കണ്ട് അവർ ചോദിച്ചു. അതമ്മേ, ഞാൻ. ഗൗതം പുറത്തേക്ക് പോകുന്നത് കണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയതാണ്. കുറച്ചു നേരം അവിടെ ഇരിക്കണമെന്നേ കരുതിയുള്ളൂ. വെളിവില്ലാതെ ഇത്രയും നേരം ഉറങ്ങുമെന്ന് ഓർത്തില്ല. ഗൗതം വന്ന് വിളിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും അറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ. പൂജയ്ക്ക് ആശയുടെ മുഖത്തേക്ക് നോക്കാൻ വല്ലായ്മ തോന്നി. എന്തു പറ്റി മോളെ? ഉറങ്ങിയത് ചോദിച്ചതാണോ? പൂജയൊന്നും മിണ്ടിയില്ല. അവളുടെ മൗനത്തിൽ നിന്ന് തന്നെ ആശയ്ക്ക് കാര്യം പിടികിട്ടി. അതിനെന്താ മോളെ, ഇത് കൊച്ചിൻ്റെ സ്വന്തം വീടല്ലേ. ഇവിടെ ഇപ്പോൾ എപ്പോൾ വേണേലും ഉറങ്ങാം, എഴുന്നേൽക്കാം. അല്ലാതെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമുക്കിഷ്ടമുള്ളതുപോലെയല്ലേ ജീവിക്കേണ്ടത്, അല്ലാതെ പ്ലാൻ ചെയ്താണോ? അല്ലെന്ന പോലെ പൂജ തലയാട്ടി. പിന്നെ എന്തിനാ കുറച്ചു നേരം ഉറങ്ങിപ്പോയതിന് ഇങ്ങനെ നിൽക്കുന്നേ? ഞാൻ മുന്നേ മുറിയിൽ വന്നിരുന്നു മോൾക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാൻ. അപ്പോൾ ഉറങ്ങുന്ന കണ്ടിട്ടാ ഞാൻ ഇറങ്ങിപ്പോകുന്നത്. അന്നേരം വിളിക്കാൻ മേലായിരുന്നോ അമ്മേ? എന്തിന് മോള് വന്നിട്ട് ചെയ്യാൻ മാത്രം പണികളൊന്നുമില്ല ഇവിടെ.
എനിക്ക് തന്നെ ചെയ്യാൻ ജോലികളൊന്നുമില്ല. പിന്നെയല്ലേ ഇന്നലെ വന്ന മോൾക്ക്. ഞാനിങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റാത്ത കൊണ്ട് ഓരോന്ന് ചെയ്തു നടക്കും. പൂജയ്ക്ക് ആശി ഇഷ്ടമായിരുന്നു. സ്നേഹമുള്ളതുപോലെ അവൾക്ക് തോന്നി. എങ്കിലും പെട്ടെന്ന് ഒരാളെ മനസ്സിലേക്ക് വെക്കാൻ പറ്റില്ലല്ലോ. എങ്കിലും ആശയ്ക്ക് സ്നേഹമുണ്ട്. ഗൗതം വന്നോ മോളെ? അപ്പോഴല്ലേ ഞാൻ അറിയുന്നത്. ഗൗതം വന്ന് വിളിച്ചില്ല എന്നതിൽ ഇപ്പോഴും ഉറങ്ങിയേനെ. ആശ അവൾ പറയുന്നത് കേട്ട് ചിരിച്ചു. മോൾക്ക് വിശക്കുന്നില്ലേ? ഇവിടെ വിശക്കുമ്പോൾ അവനവൻ എടുത്ത് കഴിച്ചിട്ട് പോകും. വൈകിട്ട് മാത്രമേ എല്ലാവരും കൂടി ഒരുമിച്ചിരിക്കൂ. രാവിലെ എല്ലാവർക്കും ഓരോ തിരക്കല്ലേ. നോക്കിയിരുന്നാൽ നമ്മൾ ഇരിക്കാവുന്നേ ഉള്ളൂ. ആശ പറയുന്നതൊക്കെ കേട്ട് അവളുടെ അടുത്ത് തന്നെ നിൽക്കുവാണ് പൂജ. സംസാരിച്ചിരിക്കാൻ ഒരാളെ കിട്ടിയതിൻ്റെയും കേൾക്കാൻ ഒരാളുള്ളതിൻ്റെയും സന്തോഷം രണ്ടാളുടെയും മുഖത്തുണ്ട്. മോള് അവനെയും വിളിച്ച് ഊണ് കഴിച്ചു. ഞാൻ അച്ഛനുള്ള ചോറും എടുത്ത് തോട്ടത്തിലേക്ക് പോകുക. ഇന്ന് ഇവിടുത്തെ തോട്ടത്തിൽ പണിക്കാരുടെ കൂടെയാ അച്ഛനിന്ന്. അങ്ങനെയുള്ള ദിവസം ഞാൻ ഉച്ചയ്ക്ക് പോകും. അവിടെ ഇരുന്ന് എന്തേലുമൊക്കെ പറഞ്ഞ് ഒരുമിച്ചിരുന്ന് കഴിക്കും. ആഹാ, കൊള്ളാലോ. ഒരു ദിവസം എന്നെയും കൂടി കൊണ്ടുപോകണേ. എനിക്കിഷ്ടമാണ് തോട്ടത്തിലൊക്കെ പോകാനും അവിടമൊക്കെ കാണാനും. അതിപ്പോൾ മോള് പറഞ്ഞില്ലേലും ഞാൻ കൊണ്ടുപോകും. ഇനിയിപ്പോൾ ഇതെല്ലാം നിങ്ങൾ വേണ്ടേ നോക്കാനും എടുക്കാനുമൊക്കെ? ഏട്ടൻ എപ്പോഴും ഇപ്പോൾ പറയുന്നുണ്ട് ഗൗതമനോട് കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്താൻ. അവൻ പക്ഷേ അച്ഛനെല്ലാം നോക്കിയാൽ മതി, ഞാൻ എങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചോളാമെന്ന് പറഞ്ഞ് നടക്കുക. പക്ഷേ മിടുക്കനാ. ആശയ്ക്ക് മോനെപ്പറ്റി പറയുമ്പോൾ 100 നാവാണെന്ന് അവൾക്ക് തോന്നി. അതുപോലെയായിരുന്നു അവരുടെ മുഖത്തെ സന്തോഷം. കഥയൊക്കെ പിന്നെ പറയാം. മോള് പോയി അവനെ വിളിച്ച് കഴിക്കാൻ വാ. ഞാൻ പോട്ടെ, വന്നിട്ട് ബാക്കിയൊക്കെ പറയാം. പൂജ ചെറിയൊരു പുഞ്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. കാര്യങ്ങളൊക്കെ ആശാമ്മയ്ക്ക് അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ടാവും അതൊന്നും ചോദിക്കാത്തത്? ഒരു വാക്കുകൊണ്ട് പോലും അതൊക്കെ അറിയാവുന്ന പോലെ പെരുമാറിയുമില്ല. പൂജയുടെ മനസ്സിലെ സംശയങ്ങളുമായി മുകളിലേക്ക് പോകുമ്പോഴാണ് ഇനി ഗൗതമിനെ കഴിക്കാൻ വിളിക്കണമെന്ന് ഓർത്തത്. അറിഞ്ഞുകൊണ്ട് പാമ്പിൻ്റെ വായിൽ ചെന്ന് ചാടിക്കൊടുക്കും പോലെയാണ് അയാളോട് എന്തേലും സംസാരിക്കാൻ പോകുന്നത്. എന്തേലും പറഞ്ഞാൽ തിരിച്ചതും ഇതും പറയും. സഹിക്കാതെ പറ്റില്ലല്ലോ. വല്ലാത്തൊരു ഭയത്തോടെ അവൾ അകത്തേക്ക് നടന്നു ചെന്നു. ഏതു നിമിഷവും ഗൗതം തൻ്റെ ഫോണിലേക്ക് നോക്കും. ആരാണെന്ന് വിളിക്കുന്നതെന്നറിയാൻ അല്ലേലും പൂജയ്ക്ക് വല്ലാത്ത ഭയമായി. അവൾക്ക് ഉറപ്പായിരുന്നു ഇതവൻ്റെ കോളാണെന്ന്. പൂജ ഗൗതമിനെ നോക്കിക്കൊണ്ട് ശബ്ദമുണ്ടാക്കാതെ മേശപ്പുറത്തിരുന്ന് ഫോൺ പെട്ടെന്നെടുത്തു. നിർത്താതെ അടിക്കുന്ന ഫോൺ എടുത്ത് ആരാണെന്ന് പോലും നോക്കാതെ കട്ടാക്കിയതും ഗൗതം അവളെ നോക്കി. രണ്ടാളും പരസ്പരം നോക്കിയതും അവളെ സംശയത്തോടെ ഗൗതം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. എന്താ നിനക്കൊരു ടെൻഷൻ പോലെ? എന്തോ കള്ളത്തരമുണ്ടല്ലോ. എന്ത്? ഉള്ളിലെ ഭയം പുറത്ത് കാണിക്കാതെ പെട്ടെന്ന് അവൾ ദേഷ്യത്തോടെ ചോദിച്ചതും അവൻ വല്ലാത്തൊരു ഭാവത്തോടെ അവളെ നോക്കി. അവൻ്റെ നോട്ടത്തിൽ തീവ്രതയിൽ ഉള്ളിലെ പേടി പുറത്തേക്ക് വരുമെന്ന് അവൾക്ക് ഭയമായി. എന്താ പൂജ, എന്താ ഇങ്ങനെ നിൽക്കുന്നേ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ നിനക്ക് കൊള്ളാം. എന്തേലും ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ. ഇതുവരെ കാണാത്തൊരു ഭാവമായിരുന്നു അവൻ്റെ മുഖത്തപ്പോൾ. പൂജയുടെ ഉള്ളിൽ അകാരണമായൊരു ഭയം നിറഞ്ഞു. കയ്യിലിരിക്കുന്ന ഫോൺ പോലും വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചോറുണ്ണാൻ വിളിക്കാൻ വന്നതാ ഞാൻ. അവൾ പെട്ടെന്ന് വിഷയം മാറ്റാൻ എന്നോണം പറഞ്ഞു. ഞാൻ വന്നോളാം, നീ പൊക്കോ. അവളൊന്ന് മൂളിക്കൊണ്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കയ്യിൽ ഫോണും കരുതിയിരുന്നു. ഒരു പക്ഷേ ഇനിയും പേടിക്കുന്ന പോലെ ഫോൺ അവിടെ വെച്ചാൽ സംഭവിക്കും. ആരാണെന്ന് നോക്കിയിട്ടില്ലെങ്കിലും എന്തോ വിളിക്കുന്നത് അവൻ തന്നെയാണെന്ന് മനസ്സിൽ ഭയമാകുന്നു. പൂജ പോകുന്നത് നോക്കിയിരുന്നവൻ്റെ കണ്ണുകളിൽ അപ്പോഴും സംശയം വിട്ടുമാറിയിരുന്നില്ല. എന്തൊക്കെയോ കഴിഞ്ഞകാല ചിന്തകൾ അവനെ പിടിമുറുക്കിയിരുന്നു. എന്തൊക്കെയോ അവൻ്റെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു. അവരുടെ ബന്ധം വിടരും മുന്നേ കൊഴിഞ്ഞു പോകാനുള്ള എല്ലാ പണിയും പുറത്ത് അരങ്ങേറി തുടങ്ങിയെന്ന് അവരിരുവരും അറിഞ്ഞതുമില്ല. കയ്യിൽ ഫോണും പിടിച്ച് താഴേക്കിറങ്ങി പോകുമ്പോൾ അവളുടെ നെഞ്ചിടിപ്പ് കൂടി. ഗൗതം ഫോൺ നോക്കിയിരുന്നതിൽ എന്തെങ്കിലും കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്താൽ അവൾക്ക് വല്ലാത്ത പേടി തോന്നി. ഹാളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് 4 പാടുമെന്ന് നോക്കിയിട്ട് അവൾ മെല്ലെ ഫോൺ നോക്കി. വീട്ടിൽ നിന്നായിരുന്നോ? കുറച്ചു നേരം കൊണ്ട് ജീവൻ പോയതുപോലെയാണ് തോന്നിയത്. മോളെന്താ ഇവിടെ നിൽക്കുന്നത്? കഴിക്കാൻ വരുന്നില്ലേ? അവനെന്തിയും? ആശയുടെ ശബ്ദം കേട്ട് പെട്ടെന്ന് അവൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു. കയ്യിലിരിക്കുന്ന ഫോൺ താഴ്ത്തി പിടിച്ചു. ഇപ്പം വരും അമ്മേ. എന്നാൽ നിങ്ങൾ 2 പേരും കൂടി ഇരുന്ന് കഴിക്കുക. ഞാനിപ്പോൾ വരാം. മുറിയിൽ കുറച്ച് പണിയുണ്ട്. ആശ അവളുടെ തോളിൽ മെല്ലെ തട്ടിക്കൊണ്ട് അകത്തേക്ക് നടന്നു. ആശ പറഞ്ഞിട്ട് അകത്തേക്ക് പോയതും കയ്യിലിരിക്കുന്ന ഫോൺ പെട്ടെന്ന് ആരുടെയും കണ്ണിൽ പെടാത്ത ഒരിടത്ത് സൈലൻ്റാക്കി വെച്ചവൾ. ഗൗതം വരുന്ന ശബ്ദം കൂടി കേട്ടതും പൂജ പെട്ടെന്ന് അടുക്കളയിലേക്ക് നടന്നു. ഇനി ഇത് കണ്ടിട്ടൊരു സംശയം വേണ്ടെന്ന് കരുതിയാണ് അവൾ അങ്ങനെ ചെയ്തത്. ഈ കഥ ഒരുപാട് പേര് കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷം.
കമൻ്റ് ഇടാതെ പോകരുത്. ഡെയിലി പാട്ട് വേണമെങ്കിൽ കമൻ്റ് ഇടണം. മോള് ചെറുതാണ്, അതുകൊണ്ടാണ് ചില ദിവസങ്ങൾ ഇടാൻ പറ്റാത്തത്. താങ്ക് യു.